ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക് പ്രേക്ഷകർക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഒരിക്കൽ ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന് ഒരു വലിയ സദസ്സിന് മുൻപിൽ ഒരു വലിയ തമാശ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ ഇരുന്ന് ചിരിച്ചു, ആസ്വദിച്ചു. ഒരു തമാശയല്ലേ, നല്ലൊരു കാര്യമല്ലേ. പിന്നീട് അദ്ദേഹം രണ്ടാമത് ആ തമാശ പറഞ്ഞപ്പോൾ പകുതിയോളം ആൾക്കാർ ചിരിച്ചു. മൂന്നാമത് പറഞ്ഞപ്പോൾ ആരും തന്നെ ചിരിച്ചില്ല. നാലാമതും പറയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറഞ്ഞ തമാശ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ചാർലി ചാപ്ലിൻ ചോദിച്ചു, ഇങ്ങനെ ജീവിതത്തിൽ ഞാൻ പറയുന്ന തമാശകൾ ഒരു തവണയിൽ കൂടുതൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച ചില അപജയങ്ങൾ ഓർത്ത്, ചില ദുഃഖങ്ങൾ ഓർത്ത് എന്തിനാണ് വീണ്ടും വീണ്ടും കരയുന്നത് എന്ന്. ജീവിതത്തിൽ ഒരുപാട് സംഭവ ബഹുലതകൾ കണ്ടുപരിചയിച്ച, കേട്ടനുഭവിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും അധികം നമ്മളെ സ്പർശിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ ചിരിക്കുവാനാണ് ഇഷ്ടം, പക്ഷെ എൻ്റെ ഒരു ചിരി പോലും മറ്റൊരാളുടെ മനസ്സിൽ ദുഃഖത്തിന് ഇടവരുത്തരുതും എന്ന് പറഞ്ഞിട്ടുള്ള ചാർലി ചാപ്ലിനെ പറ്റി ഓർത്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ചിരി മൊമെന്റ്സ് ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ ആസറ്റ് ഹോംസ് അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുന്നത്. ഏവരെയും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആർക്കും ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകാൻ കൊതി തോന്നുന്ന ഒരു പാട്ടാണ് അല്ലേ അത്. എസ്പെഷ്യലി കാളിദാസിന്റെ വളരെ സെറീൻ ആയിട്ടുള്ള, ഇന്നസെന്റ് ആയിട്ടുള്ള ഫേസും അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈലും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ക്യാമ്പസിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തത്, ഇതുപോലൊരു ഗ്രൂപ്പിലിരുന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടാൻ കഴിയാത്തതെന്നൊക്കെ അല്ലേ. എന്തായാലും എല്ലാം വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് പൂമരം എന്നുള്ള ആ ഒരു സോങ്. മാത്രമല്ല എല്ലാവരും അതിൻ്റെ പല പല വേർഷൻസ് ഇടുന്നു, പല പല രീതിയിൽ അത് പാടി നോക്കുന്നു. ഒരു പ്രത്യേകത തരുന്നൊരു സോങ് ആണ്. വളരെ ഒരു ന്യൂ ഫീൽ, ഒരു നോവൽറ്റി അതിലുണ്ട് അല്ലേ. നമ്മളുടെ നെക്സ്റ്റ് ലെറ്ററിലേക്ക് നമുക്ക് കിടക്കാം. ഹലോ കൈർലി ഗ്രൂപ്പ്, ഹോപ്പ് ഇറ്റ്സ് വണ്ടർഫുൾ വെദർ ഓവർ ദെയർ. ഐ ലവ് ദ മന്ത് ഡിസംബർ. I have so much of good memories for that month, and I would like to share some with you. My first pilgrimage to Sabrimala was at the age of 7, and it happened on December 7th. From then, for the last 20 years, every year I visit Ayyappan, sometimes more than once a year, by visiting on month beginnings too. മലയാള മാസം ആദ്യമേ പോകും എന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. Not only that, I'm also planning to cover Pancha Kailas within the next few years. I was fortunate to pray at almost all famous temples in South and planning to do that in North too. Though I traveled to Himachal Pradesh during my last trip, I couldn't pursue it due to heavy snowfall and avalanche. Hope better luck next time. Please play a song for all travel buddies, Rohit, Vignesh and Siddharth. Shubhadinam, Vishnu Sharma from Houston. Vishnu പറയുന്നത് പോലെ ഓരോരുത്തർക്കും ട്രാവൽ ചെയ്യുവാൻ ഓരോ നല്ല കാരണങ്ങളുണ്ട്. ചിലർക്ക് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ബേസിക് തിങ് ഷോപ്പിംഗ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജ് മതി, കുറച്ച് സൈറ്റ് സീയിങ്, കുറച്ച് ഷോപ്പിംഗ്, പിന്നെ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഫുഡൊക്കെ കഴിക്കുക. ഇതൊക്കെയാണ് ഒരു ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞത്. അതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചില കുറേ മാറ്റങ്ങൾ വരും. എസ്പെഷ്യലി ഹിമാചൽ പ്രദേശിലും ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കുറേ അമ്പലങ്ങളുണ്ട്. കുറേ എസ്പെഷ്യലി അത് മഞ്ഞുകാലം അല്ലാത്ത സമയത്ത് മാത്രം നമുക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് ദൂരം നടന്നും കൈലാസത്തിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയാണെന്നാണല്ലോ പറയുന്നത്. കുറേ ദൂരം നടന്നും കുറേ കഷ്ടപ്പെട്ടും ശ്വാസം മുട്ടിയിട്ടും ഒക്കെ ആയിരിക്കും പലപ്പോഴും അതിൽ ചെല്ലാൻ പറ്റുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴൊക്കെ ഉണ്ടാവുന്ന മനസ്സിൻ്റെ ഒരു സംതൃപ്തി, ഒരു പ്രശാന്തത എന്നൊക്കെ പറയുന്നത്, അവിടെ യാത്ര ചെയ്ത് പോയിട്ടുള്ളവർ പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭൂതിയാണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി മാനസരോവറിലൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിന് വേണ്ടിയിട്ടായിരിക്കും പഴയ കാലത്തുള്ളവരൊക്കെ ഇത്രയും ബുദ്ധിമുട്ടി യാത്ര ചെയ്തൊക്കെ പോകുന്നത് അല്ലേ. പക്ഷേ ഇത്തരം യാത്രകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മണ്ണിടിച്ചിലുണ്ടാകും, റോഡുകൾ പ്രശ്നം ഉണ്ടാവും, കുറേ ദൂരം നടക്കേണ്ടി വരും. ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ഭക്ഷണമോ ഒരു ടോയ്ലറ്റ് സൗകര്യമോ ഒന്നുമില്ലാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ചെന്നെത്തിപ്പെടേണ്ടി വരിക. പക്ഷേ ഇത്തരം യാത്രകൾ നടക്കുന്നത്, ഇത്തരം വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നാം തിരിച്ചറിയുന്നത് നമ്മെ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പലർക്കും ഒരു വലിയ ആഗ്രഹമാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ട്രാവൽ ചെയ്യുക, ഒരു സോളോ ട്രിപ്പിന് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ഒരു വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പിന് പോകുക എന്നൊക്കെ പറയുന്നത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം. പിന്നെ ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നേരിടാനുള്ള ഒരു മനസ്ഥിതി വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെസ്റ്റിനേഷൻ അല്ല, ട്രാവൽ ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഫീലിംഗ് കൂടെ മനസ്സിലുണ്ടെങ്കിലേ ഓരോ യാത്രകളും ഓരോ സ്പെഷ്യൽ അനുഭവങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഏവരെയും
ഒരിക്കൽ കൂടി അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും പറയുകയാണ് തിരിച്ചെത്തു സോങ് കഴിഞ്ഞതിന് ശേഷം. അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല സോങ് ആയിരുന്നു. ഒരു യാത്രയെ പറ്റിയിട്ടാണ് ആ ഒരു സോങ് ഇങ്ങനെ ഡെപിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പോയിട്ടുള്ള സ്കൂൾ ടൂർസും കോളേജ് ടൂർസും എന്നൊക്കെ പറയുന്നത് എത്ര നല്ല ഓർമ്മകളാണ് അല്ലേ. പലപ്പോഴും അതിൻ്റെ ഓർമ്മകളായിട്ട് അവശേഷിക്കുന്നത് കുറച്ച് എന്താ പറയുക, കുറച്ച് നല്ല പിക്ചേഴ്സോ ഫോട്ടോഗ്രാഫ്സോ ഒക്കെ ആയിരിക്കും. അന്നൊന്നും അധികം വീഡിയോ ഒന്നും എടുക്കാറില്ല. പക്ഷെ എങ്കിലും അത് കാണുമ്പോൾ നാം ഓർക്കാറില്ലേ എത്ര നല്ല ദിവസങ്ങളായിരുന്നു അത്. എത്ര എന്താ പറയുക, നമ്മൾ ബോറടിച്ച് ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾക്ക് എത്ര നല്ല മെമ്മറീസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളതെന്ന്. എസ്പെഷ്യലി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കണം എന്നില്ല. എന്തൊക്കെയാണ് പാഠപുസ്തകങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ള അറിവുകൾ എന്നും ഓർക്കണം എന്നില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പിക്ചർ പോലെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും അന്ന് നടന്ന കാര്യങ്ങൾ, അന്നത്തെ കോൺവെർസേഷൻ എല്ലാം നമ്മളിങ്ങനെ മനസ്സിൽ ഓർക്കാനും ഇഷ്ടമുള്ളപ്പോഴൊക്കെ അത് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്നല്ലേ. ഒരു സർപ്രൈസിങ് തിങ് ആണ്. അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. ഹലോ ഓൾ, ഹൗ ആർ യു ഓൾ? ഐ എം ശ്വേത ഫ്രാൻസിസ് ഫ്രം ന്യൂ ജേഴ്സി. ഡു യു റിമെമ്പർ മീ? അതൊരു ചോദ്യമാണ്. പക്ഷെ ശ്വേതയുടെ പിക്ചർ നമ്മളുടെ ഫോട്ടോയിൽ പിക്ചർ നമ്മുടെ ലെറ്ററിൽ ഉള്ളത് കൊണ്ട് ശ്വേതയെ എനിക്ക് നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ട്. ശ്വേത കഴിഞ്ഞ വർഷം വിളിക്കുന്നത് ഞാൻ ഓർക്കണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ശ്വേത 2 തവണ ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്വേതയുടെ ലെറ്റർ വായിച്ചതും ഓർക്കണ്ടേ കേട്ടോ. Last year, I called you on your program. That was the first call to a TV show ever. I was engaged at that time. My husband, Kiran Francis Alungal, is with me now. Life has got a new dimension now. Though I get tired on cooking and cleaning sometimes. At the bracket, I love to spread things in my room. I couldn't live in a well-disciplined room. But Kiran is just opposite. He has a well-disciplined life and he has a place for everything, and he wants to discipline me in the same way. Sometimes I disagree, but I think this is a new phase of life and I have to agree with what he wishes. With loads of love to my husband and his family and my family and all our friends. So much of love. Shweta Francis from New Jersey. ഇതൊരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ്. ശ്വേത പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇങ്ങനെ പറയുന്ന പോലെ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിരത്തിയിട്ട് വളരെ കംഫർട്ടബിളി ഒക്കെ ഇരുന്ന് TV ഒക്കെ കണ്ട് പോപ്കോണൊക്കെ തിന്ന് ലൈഫ് അങ്ങനെ വളരെ പ്രശ്നമൊന്നുമില്ലാതെ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മളുടെയൊക്കെ വീട്ടുകാർ തീരുമാനിക്കുന്നത് ഇതൊന്നും പോരാ, ഒരു വിവാഹമൊക്കെ കഴിച്ച് ജീവിതം കുറച്ചുകൂടെയൊക്കെ ഒന്ന് കഷ്ടപ്പെടുത്തണം. അപ്പോൾ അവർ വിവാഹം കഴിപ്പിക്കുമ്പോൾ പലരും പറയാറുണ്ട് നമ്മളുടെ ഒരു കോമ്പാറ്റബിലിറ്റി ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ടു ആൻ എക്സ്റ്റെൻറ്റ് അത് എത്രയൊക്കെ തന്നെ ഉണ്ടെങ്കിലും കൂടെ ജീവിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്താണ്, പൊരുത്തങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾക്ക് അപ്പോൾ മാത്രമേ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷമുള്ള ഒരാളുടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ് മറ്റൊരാൾ ഇത്രയും റിലാക്സിങ് കംഫർട്ടബിൾ എന്തായാലും വരാം വരുന്നത് പോലെ കാണാം എന്ന് കരുതുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അൺലെസ് ആൻഡ് അണ്ടിൽ അത് അതർ പേഴ്സൺ ഈസ് റെഡി to give a change to life. Okay, അപ്പം ആ ഒരു ചേഞ്ചിന് റെഡിയാണ് എന്ന് ശ്വേത പറയുന്ന ആ ഒരു മൊമെന്റ് തൊട്ട് ആ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനെ ദർ ഈസ് നോ പ്രോബ്ലം വിതൗട്ട് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ശ്വേതയ്ക്കും ശ്വേതയുടെ ഹസ്ബൻഡ് കിരൺ ഫ്രാൻസിസ് ആലുങ്കലിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് സോങ്. അപ്പോൾ സോങ് കണ്ടതിന് ശേഷം തിരിച്ചെടുത്തു അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലി. അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട സോങ് ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന പുതിയ മൂവിയിൽ നിന്നുള്ള സോങ് ആയിരുന്നു അത്. ഒരു 100% എന്റർടൈനർ, ഒരു ഫുൾ ടൈം എന്റർടൈനർ എന്ന ലെവലിലേക്ക് വന്നിട്ടുള്ള മലയാള മൂവീസിലുള്ള ചുരുക്കം ചില മൂവീസിന്റെ ആ ഒരു സ്ട്രാറ്റജി ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ നന്നായിട്ട് ആളുകൾ ആസ്വദിക്കുകയും വളരെ നന്നായി വിജയപൂർവ്വം തിയേറ്ററുകളിൽ ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണത്. പക്ഷേ ആ സിനിമയിലുണ്ടായിരുന്ന ആ ഒരു പിക്ചേഴ്സിനെ കുറിച്ചാണ്, അതിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിൽ വിവരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ചോദിക്കാൻ തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ ഒരു സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂത്തിന് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഫ്രണ്ടിലുണ്ട് കുറേ ഒരു സ്റ്റൈൽ ഐക്കൺസ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആരാധനാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് മൂവി സ്റ്റാർസ് തന്നെയാണ്. ഓഫ് കോഴ്സ് അവിടെ ഒരു സ്പോർട്സ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട്. ബട്ട് എങ്കിൽ കൂടിയും ദിവസേന കാണുകയും ദിവസേന കേൾക്കുകയും ചെയ്യുന്ന പാട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റേഴ്സ് കാണുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇന്ത്യൻ യൂത്തിന് ഈ മൂവി സ്റ്റാർസിനോടുള്ള ആരാധന എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും മാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റാർസ് എന്ന് പറയുമ്പോൾ രജനീകാന്ത്, കമലഹാസൻ, മലയാളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മലയാള
മലയാളത്തിൽ നിന്നുള്ള നടന്മാർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരോടുള്ള ഇഷ്ടം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യം, അവരുടെ അതേ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലും കുറേയെങ്കിലുമൊക്കെ അനുകരിക്കുവാൻ ശ്രമിക്കുവാറുള്ള കാര്യങ്ങളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചത് കേട്ടോ. അതായത് ഇങ്ങനെ അനുകരണം എന്ന രീതിയിലാണ് നോക്കുന്നതെങ്കിൽ പലപ്പോഴും പലരും പറയാറുണ്ട് മിമിക്രി കലാകാരന്മാർ ഇങ്ങനെ എല്ലാവരെയും അനുകരിക്കൽ മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ ഒരു മിമിക്രി കലാരൂപം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ന് കൂടുതലും ചാർലി ചാപ്ലിൻ്റെ കാര്യങ്ങൾ പറയുവാനാണ് എനിക്ക് താല്പര്യം തോന്നുന്നതെന്ന്. ഒരിക്കൽ ചാർലി ചാപ്ലിൻ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടറായിട്ട് US വളരെ എന്താ പറയുക മുടിച്ചൂടാ മന്നനൊക്കെയായി വിരാജിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ചാർലി ചാപ്ലിനെ പോലെ ആക്ട് ചെയ്യുവാനും ചാർലി ചാപ്ലിനെ പോലെ ഡ്രസ് ചെയ്യുവാനും ഒക്കെ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സമയത്ത് ചാർലി ചാപ്ലിൻ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്നതിനുള്ളിൽ പലപ്പോഴും അദ്ദേഹത്തിന് ലെറ്റേഴ്സ് വരുന്നതിന് ഒരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഒരു ദിവസം 3 ലക്ഷം ലെറ്റേഴ്സ് വന്നിട്ടുള്ള സമയം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിന് വായിക്കാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്ട് അത്ര മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഡ്രസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പോലെ ആ ഒരു ക്യാപ്പ് വയ്ക്കുകയും ഷൂസ് തിരിച്ചിടുകയും ആ ഒരു വടി വെച്ചിട്ടൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആടിയൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈൽ അനുകരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മത്സരം ഒരിക്കൽ നടത്തി. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നന്നായി ചാർലി ചാപ്ലിനെ അനുകരിക്കുന്ന ആൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 6000-ഓളം ആളുകൾ അതിൻ്റെ അകത്ത് ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആളുകളൊക്കെ ഉറ്റിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തേർഡ് പ്രൈസ് കിട്ടിയ ആൾക്കാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിചയം വന്നു. അതായത് തേർഡ് പ്രൈസ് കിട്ടിയ ആളുടെ പേര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ചാർലി ചാപ്ലിൻ തന്നെയായിരുന്നു എന്ന്. അദ്ദേഹത്തിന് പോലും അത്ഭുതം തോന്നി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തെ അനുകരിച്ച് അദ്ദേഹത്തെക്കാൾ അതിനോട് താതാത്മ്യപ്പെട്ട് അല്ലെങ്കിൽ അതിൽ പെർഫെക്റ്റ് ചാർലി ചാപ്ലിനായിട്ട് മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്ന്. നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ അതേ സിമിലാരിറ്റീസ് ഉള്ള 7 പേർ കൂടി ഉണ്ടാവുമെന്ന്. എന്തായാലും ചാർലി ചാപ്ലിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 പേർ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇമേജറീസും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് അത് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുവാൻ കഴിവുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ, ഓരോ ദിവസത്തെയും വാർത്തകൾ, ഇങ്ങനെ പല പല അറിവുകളാണ് നമ്മൾക്ക് നൽകുന്നത്. അറിവുകളുള്ള ഒരു വലിയ ലോകത്തിലേക്ക് ചാടിക്കടക്കുന്നതിന് മുൻപ് ഇനി നമ്മൾക്ക് അടുത്തതായി ഒരു നല്ല സോങ് ആണ് കാണേണ്ടത്. ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ഓരോ കൊച്ചു ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചെത്തുകയാണ് ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. നിങ്ങളുടെ ഒപ്പം ഞാൻ ആൻ പാലിയാണുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദേ ഈ കാണുന്ന നമ്പറാണ് നമ്മളുടെ ചക്കര നമ്പർ. ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയുവാൻ പറ്റും, കൂടുതൽ സംസാരിക്കുവാൻ പറ്റും. റാദർ ദാൻ ഈ ലെറ്റേഴ്സ് ഇങ്ങനെ വായിച്ച് പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൈവായിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ അടുത്ത ലെറ്ററിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്താ ഫാസ്റ്റായിട്ട് ലെറ്റേഴ്സ് വായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾസ് വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ലെറ്റർ അവിടെ വെച്ച് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേണം പലപ്പോഴും സംസാരിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ. ഹലോ ആൻഡ് ഹലോ കൈരളി TV. ദിസ് ഇസ് അഗിര ചെറുമേൽ ഫ്രം ഫ്ലോറിഡ. ഐ എം എ തിയേറ്റർ ആർട്ടിസ്റ്റ് ഹിയർ. ഞാൻ എന്താ ഇപ്പോൾ പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്തതെന്ന് അറിയാമോ? ഇതിന് മുൻപ് ഒരു ലെറ്ററിൽ ഇങ്ങനെ എന്നെപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടോ. ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ സംസാരിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് തന്നെ അടുത്ത കാര്യത്തിലേക്ക് വേഗം കടക്കുന്നത് കൊണ്ട് പലപ്പോഴും കാര്യങ്ങൾ എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല എന്ന്. എന്താണെന്നറിയത്തില്ല, ചെറുപ്പം തൊട്ടുള്ളൊരു സ്വഭാവമാണ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ അതിനെ ഒരു എന്താ പറയുക കുറച്ചുകൂടി ഒരു ഗിയർ ഒന്നുകൂടെ താത്തിടാൻ ശ്രമിക്കാം. I'm a theatre artist here. Previously, my parents were so skeptical about my profession, but now they have agreed to it pretty much. I'm having a Eastern Europe trip with my team by the end of this month. We will be performing at almost all the prestigious stages there. It was a dream of mine for all these years, but this time, my family loves and supports my decision. Please play a tune for my family and friends and who have supported me for this very long journey. With loads of love, hugs and kisses, Agira Cherumel from Florida. Agira പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യുക, ആ പാത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഓരോ മിഡ് നൈറ്റ് ലാമ്പും ഇങ്ങനെ എരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ സക്സസ് എന്ന് പറയുന്നത് പലപ്പോഴും അരികിൽ വരെ എത്തുമ്പോഴേക്കും ആയിരിക്കും പലപ്പോഴും സ്ലിപ്പായി പോകുന്നത്. എന്ത് തന്നെ ആയാലും
ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് തന്നെ അതിന് കിട്ടണം എന്ന് തന്നെ ഇല്ല. ബട്ട് എങ്കിലും ഇങ്ങനെയുള്ള ഒരു ലൈഫിൽ നമ്മൾക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നമ്മൾക്ക് അതിനൊരു മോണിറ്ററി ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെന്നിരിക്കും. ബട്ട് ഇൻ എ ലോങ് റൺ നമ്മളുടെ സന്തോഷങ്ങൾ, നമ്മളുടെ താല്പര്യങ്ങൾ, നമ്മുടെ ലൈഫിൻ്റെ സക്സസ് എന്നൊക്കെ പറയുന്നത് നാം തന്നെ ഡിഫൈൻ ചെയ്യുകയും നാം തന്നെ എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അഗ്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അഗ്രയ്ക്ക് എല്ലാവിധ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള അഗ്രയുടെ ഫാമിലി, ഫ്രണ്ട്സ്, ടൂർ മെമ്പേഴ്സ്, അഗ്രയുടെ ടീം എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ നെക്സ്റ്റ് സോങ് കാണാം. ഹോംസ് അമേരിക്കൻ കഫേ. യെസ്, നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ വളരെ സോഫ്റ്റ് ലവ്ലി ആയിട്ടുള്ളൊരു മെലഡി കേട്ട് നമ്മൾ വളരെ എന്താ പറയുക, വളരെ മനസ്സൊക്കെ വളരെ സന്തോഷത്തോടെ തിരിച്ചെത്തുമ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചിട്ടുള്ള ഒരു ബ്ലോഗിലെ കുറേ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സ്പെഷ്യലി നമ്മളുടെ കേരള ക്വിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, നമ്മൾ പെട്ടെന്ന് എന്തും ആലോചിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്നത് നമ്മളുടെ എരിശ്ശേരി, നമ്മളുടെ പായസം, സാമ്പാർ, അതുപോലെ എന്താ പറയുക മോരുകറി, പിന്നെ ചിക്കൻ, ഫിഷ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൽ പലതും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് എന്ന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റഡീസിൽ നിന്നാണ് നമ്മൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നത്. എസ്പെഷ്യലി നമ്മുടെ ടേമറിക്, അത് എത്രമാത്രം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നമ്മളുടെ ശരീരത്തിന് എത്രമാത്രം നല്ലതാണെന്നൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിൽ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വന്നത്. എല്ലാ കറിക്കും നമ്മൾ മഞ്ഞളിടുമായിരുന്നല്ലോ എന്ന്. അതുപോലെ തന്നെ മഞ്ഞളും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും ഇട്ടിട്ട് നമ്മൾ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വളരെ നന്നായിട്ട് കൂടും എന്നാണ് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് നമ്മൾ വലിയ വാല്യൂ ഒന്നും ചെയ്യാതിരുന്ന ചില പച്ചക്കറികൾ, ചില സംഭവങ്ങളുടെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. എസ്പെഷ്യലി കറി ലീവ്സ്, അത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാന്താരി മുളകിനും ഈ പറയുന്നത് പോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ദേഹത്തിൻ്റെ ഫാറ്റ് കുറേ റിലീവ് ചെയ്യുവാനും ഒക്കെ പറ്റും എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ കാന്താരിമുളക് എന്ന് പറയുന്നത് നമ്മൾ ഈ കപ്പയുടെ കൂട്ടത്തിൽ കാന്താരിമുളക് ഇടിച്ച് ചമ്മന്തിയാക്കി കഴിക്കുന്ന ഒരു പരിവാണ് നമുക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലേക്ക് കണ്ടിട്ടില്ലേ കുടംപുളി എന്ന് പറയുന്ന സംഭവം, ചിലർക്കൊന്നും അറിയണ്ടാവില്ല. പൊതുവെ കോട്ടയം, ആലപ്പുഴ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ മീൻകറിക്ക് കുടംപുളി എന്ന് പറയുന്ന സംഭവം ഇടുന്നത്. അതേസമയം കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുവാണെങ്കിൽ വാളംപുളി, അതായത് പിളിമ്പുളിയാണ് ഉപയോഗിക്കുന്നത്. ഈ കുടംപുളി എന്ന് പറയുന്ന സാധനം നമ്മളുടെ ദേഹത്തിൻ്റെ വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളുടെ ഐശ്വര്യ റായ്, നമ്മൾക്കൊക്കെ അറിയാം, ഐശ്വര്യ റായ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയായതിനു ശേഷം ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂ മീഡിയയിലെ ഒരുപാട് ട്രോൾസ് വരെയും അവർ ഒരുപാട് കളിയാക്കിക്കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഐശ്വര്യ റായ് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വാവ് എന്ന് പറഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യ റായ് ഒരുപാട് ഇങ്ങനെ കുടംപുള്ളിയുടെ ജ്യൂസ് കുടിച്ചിട്ടാണ് അവരുടെ തടി കുറച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില പ്രത്യേക സംഭവങ്ങൾ, അതായത് പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ പോലും, മലയാളികളാണെങ്കിൽ പോലും കേട്ടോ, നമ്മൾ എഗ്രി ചെയ്യണേ, നമ്മൾ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതൊന്നുമല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില പച്ചക്കറികളുടെ ചില ഗുണവശങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ചേമ്പും താള്, അതുപോലെ നാട്ടിൽ വീട്ടിലൊക്കെ വളരുന്ന ചില ചീരയിലകൾ, ഇതിൻ്റെയൊക്കെ നിന്നും ഉണ്ടാകുന്ന ഫോളിക് ആസിഡ്സ്, അത് മാത്രമല്ല വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികൾക്ക് അത്രയും ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമില്ല എന്നാണ് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, മലയാളികൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏത് വീടുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ടെറസിൽ ഒരു 4-5 ഗ്രോ ബാഗ്സ് എങ്കിലും വന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് തന്നെ, ഇപ്പോൾ US ലുള്ളവർക്ക് തന്നെ നാട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, യെസ്, ആരാണിത്? ഇത് രാജേഷ് ന്യൂയോർക്കിൽ. പിന്നെ എന്റെ മോളുണ്ട് അനിക ഗോപാൽ. അനികയ്ക്ക് ഈ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. ആണോ? നാട്ടിൽ എവിടെയാണ്? വിളിക്കാൻ പറഞ്ഞപ്പോ. ആണോ? അനഘയാണോ പറഞ്ഞത്? അനഘയ്ക്ക് എത്ര വയസ്സായി? അനഘയ്ക്ക് 6 വയസ്സായി. ആഹാ, അപ്പൊ പ്രോഗ്രാംസ് എന്റെ മോള് നിൽക്കുകയാണ്. അപ്പൊ ഫോൺ എടുത്തിട്ട് വന്നിട്ട് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. ഓക്കെ, അനഘയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കോ? ഹലോ അനഘ, ഹൗ ആർ യു? ഗുഡ്. അനഘ TV കാണുമായിരുന്നോ?
ആണോ? അനഘയ്ക്ക് മലയാളം സോങ്സ് ഒക്കെ ഇഷ്ടാണോ? ഇഷ്ടാണോ? ഒരു മലയാളം സോങ് പാടുവോ? ഒന്നുകൂടി പറഞ്ഞോ. ഒരു പാട്ട് കിടച്ചില്ല. ഓക്കെ, അനഘയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛനും അമ്മയും അല്ലാതെ? എന്റെ മമ്മയും പപ്പയും കുഞ്ഞു ബ്രദറും അമ്മയ്ക്കും അപ്പച്ചനും ഉണ്ട്. ഓക്കെ, കുഞ്ഞു ബ്രദറിന്റെ പേരെന്താ? അക്ഷയ്. അക്ഷയ്ക്ക് എത്ര ഇയേഴ്സ് ആയി? 2 years ആയി. അക്ഷയുടെ കൂടെ അനഘ കളിക്കുമോ? കളിക്കോ? ആണോ? അക്ഷയ്ക്ക് അനഘ എന്തെങ്കിലും പാട്ടൊക്കെ പാടിക്കൊടുക്കോ? കൊടുക്കോ? അതൊന്ന് കേൾക്കട്ടെ, ഒന്ന് പാടിക്കേ, അതൊന്ന് കേൾക്കട്ടെ. ഇംഗ്ലീഷ് പാട്ടാ? അത് കുഴപ്പമില്ല, ഇംഗ്ലീഷ് പാട്ടും ആന്റിക്ക് ഇഷ്ടാ, പാടിക്കോളൂ. My eyes are looking straight ahead. I'm standing next to her. My arms are twisty, and my back are ready for a hug. കഴിഞ്ഞോ? പാട്ട് കഴിഞ്ഞോ? നല്ല കൊള്ളാം. പിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പാട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ഒരു മലയാളം സോങ് കൂടെ പഠിച്ചിട്ട് പാടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആന്റിയുടെ വക കുഞ്ഞു വാവിക്ക് ഒരു കുഞ്ഞുമ്മ കൊടുക്കോ? കൊടുക്കണേ? കൊടുക്കാം. വെരി ഗുഡ് ഗേൾ. അപ്പൊ രാത്രിയിലെ കിടന്ന് ഉറങ്ങണതിന് മുമ്പ് ഇന്ന് അനഘ പ്രാർത്ഥിക്കുമ്പോ ആന്റിക്കും കൂടെ വേണ്ടിട്ട് പ്രേ ചെയ്യണം കേട്ടോ. ഹലോ, ആണോ? അത്രയും സമയമായോ? അനഘയ്ക്ക് ഉറങ്ങാറായില്ലേ? ഹലോ, അനഘയുടെ ഫോൺ. യെസ്, അനഘ പപ്പയ്ക്കോ മമ്മിക്കോ ഫോൺ കൊടുക്കൂ. ഹലോ, അച്ഛനും അമ്മയ്ക്കോ ഫോൺ കൊടുക്കൂ അനഘ. ഹലോ. ഓക്കെ, ആ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, നല്ല തിരക്കായിരിക്കും അല്ലേ ഈ സമയത്ത്? ആണല്ലേ? അപ്പൊ എല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാരും ഒന്ന് ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഓക്കെ, അനഘ അവള് ഇന്നാള് വിളിച്ചായിരുന്നു. അപ്പം പിന്നെ ഇപ്പം ടിവിയിൽ കണ്ടപ്പം വിളിക്കണമെന്ന് പറഞ്ഞ ബഹളം വെച്ച് വിളിച്ചതാ. അയ്യോടാ, ഓർത്തിരിപ്പുണ്ടല്ലോ ഇത്രയെങ്കിലും. അവള് നന്നായിട്ട് മലയാളവും സംസാരിക്കുന്നുണ്ട്. മോള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് മാത്രല്ല, ആണല്ലേ? അതാണ് ഗ്രാൻഡ് പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് അല്ലേ? ഓക്കെ, അനഘയുടെ അമ്മയുടെ പേര് പറയൂ. റീബ. ഓക്കെ, അപ്പൊ എന്തായാലും 2 കുട്ടികളൊക്കെ ഉള്ളപ്പോ എനിക്ക് ഉറപ്പായിട്ട് അറിയാം നല്ല തിരക്കുണ്ടാവും. പ്രത്യേകിച്ച് ഒരു സൺഡേ ഈവനിങ് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് തിരക്ക് പിടിച്ച് ഓടുകയായിരിക്കും. അതിനിടയിലും നമ്മളെ ഈ ഒരു ഫോൺ കോൾ ചെയ്തതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. Especially okay then, thanks for calling. അപ്പോ അനഘയുടെ സോങ് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു. മാത്രമല്ല അനഘയ്ക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സോങ് നമുക്ക് പ്ലേ ചെയ്യാം. അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുക എന്നുള്ളത് പലർക്കും ഇഷ്ടമുള്ളൊരു ഹോബിയാണ് അല്ലേ? എത്ര സമയം വേണമെങ്കിലും അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും. അത് മാത്രമല്ല, ചിലർ അതിനെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. വീട്ടിൽ വലിയൊരു ടെലിസ്കോപ്പ് വെച്ചിട്ട് ഓരോരോ കോൺസ്റ്റലേഷൻസിനെ കുറിച്ചും വളരെ കാര്യമായി പഠിച്ച് അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള അവലോകനമൊക്കെ നടത്തി അതിനെ വളരെ സീരിയസ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കണക്കുകളും ഫിസിക്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിനെ വളരെ ഇൻറ്റൽജ് ചെയ്തിട്ട് നോക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നുമല്ലാതെ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് ആകാശത്തേക്ക് നോക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഇഷ്ടമാവുക മൂണായിരിക്കും, ചന്ദ്രൻ. അതിൻ്റെ ഭംഗിയിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ ഏറ്റവും നല്ല രൂപങ്ങളിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ ഉള്ളിലുള്ള ഓരോ രൂപങ്ങളുടെയും അവ്യക്തത കണ്ടിട്ട് ഓരോ കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുട്ടികൾ രാത്രിയിലൊക്കെ മാമുണ്ണുന്നത്. ഓരോ കുട്ടിയുടെയും കണ്ണിൽ ഓരോ നക്ഷത്രങ്ങൾ കാണുമ്പോൾ അതിൻ്റെ കണ്ണിലുണ്ടാവുന്ന ഒരു തിളക്കം, ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ്. പക്ഷേ ഈ നക്ഷത്രങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന ഓരോ നക്ഷത്ര തിളക്കങ്ങളും പലപ്പോഴും നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോൾ ആ നക്ഷത്രം അവിടെ നിന്നും അപ്രത്യക്ഷമായേക്കാം.
അതിനർത്ഥം പലപ്പോഴും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് നാം കാണുന്നത് എന്ന്. എന്തായാലും ഇതുപോലൊരു കുഞ്ഞു ഭൂമിയിൽ നിന്ന് കോടാനുകോടി പ്രകാശവർഷങ്ങൾ അപ്പുറമുള്ള നക്ഷത്രങ്ങളെ നോക്കിയിട്ട് നമുക്കൊക്കെ അത്ഭുതപ്പെടുവാനും സന്തോഷിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തൊട്ടടുത്തുള്ള ഓരോരോ ചെറിയ കാര്യങ്ങൾക്കും നാം വിചാരിച്ചാൽ എത്രമാത്രം സന്തോഷിക്കാൻ കഴിയും അല്ലേ? ഈ ഒരു നോട്ടോടു കൂടിയാണ് ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ പൂർണ്ണമാകുന്നത്. വീണ്ടും കാണാം അടുത്ത ആഴ്ച. എല്ലാവർക്കും വളരെ നല്ല ഒരു വീക്കാണ് ആശംസിക്കുന്നത്. യാത്രാമൊഴി ചോദിക്കുന്നു ആൻ എന്ന ഞാൻ.